ബംഗ്ലാദേശിൽ പാക് ഹൈക്കമ്മീഷണറെ കാണാനില്ല, സത്യമാണ് വാർത്ത? സത്യമാണ്. കാരണം നമ്മൾ കാണാനില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് വല്ലാത്ത ആകാംക്ഷ ഉണ്ടാവും. ബംഗ്ലാദേശിലാണ്, അതുകൊണ്ട് ഇപ്പോൾ ബംഗ്ലാദേശും പാകിസ്ഥാനും ഇപ്പം മച്ചാനുമാണ്. അതെ അതെ. പക്ഷേ ഈ ഒരു യുദ്ധകാലം, അപ്പോൾ ഇന്ത്യക്ക് ഈ ലോകത്തെമ്പാടുമൊക്കെ അജ്ഞാതന്മാരുണ്ട്. അജ്ഞാതന്മാരുള്ളത് കൊണ്ട് ലോകത്തെവിടെ പോയാലും ഇന്ത്യയുടെ ശത്രുക്കൾക്ക് അത്ര സേഫൊന്നുമല്ല. എപ്പോൾ നെഞ്ചിൽ അല്ലെങ്കിൽ നെറ്റിയിൽ വെടിയുണ്ട കയറും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല. അപ്പോൾ ഏതായാലും ഈ പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷണറുടെ പേര് സയ്യിദ് അഹമ്മദ് മറൂഫ് എന്നായിരുന്നു. ഇയാളെ കാണാനില്ലെന്ന് മാത്രമല്ല, കാണാനില്ലെന്ന് വന്നപ്പോഴത്തേക്ക് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം നീണ്ട അവധിയിലാണ്. മാത്രമല്ല അവിടുത്തെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറായ മുഹമ്മദ് ആസിഫിന് ആക്ടിംഗ് ഹൈക്കമ്മീഷണറായിട്ട് നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ സയ്യിദ് അഹമ്മദ് മറൂഫ് എവിടെ പോയി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം രസകരമാണ്. കാരണം നമ്മൾ ഈ പാകിസ്ഥാൻ ഇന്ത്യയുമായി അതിർത്തിയിൽ വെടിവെപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സയ്യിദ് അഹമ്മദ് മറൂഫ് കോക്സ് ബസാർ, പാകിസ്ഥാനിലെ പ്രസിദ്ധിയും കുപ്രസിദ്ധിയുമുള്ള ഒരു നഗരമാണ് കോക്സ് ബസാർ. കോക്സ് ബസാറിലെ ഹോട്ടൽ സീപ്പേൾ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു. സീപ്പേൾ എന്ന് പറഞ്ഞ ഹോട്ടൽ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല. ഹഫീസ ഹക്ഷ എന്ന് പറഞ്ഞ ഒരു യുവതി ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും മുറിയടച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അതിർത്തിയിൽ വെടിവെപ്പ് ഇവർ ഈ മുറിക്കകത്താണ്. ഇവരാരെന്നറിയോ? പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലെ ബംഗ്ലാദേശ് ബാങ്ക് ഉണ്ട്, നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലെ. ബംഗ്ലാദേശ് ബാങ്കിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഫോറിൻ എക്സ്ചേഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ബംഗ്ലാദേശ് ബാങ്കിൻ്റെ വിദേശകാര്യ വകുപ്പിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ഹഫീസ ഹക്ഷയും പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷണർ സയ്യിദ് അഹമ്മദ് മറൂഫും കോക്സ് ബസാറിലെ ഹോട്ടൽ സീപ്പേളിൽ അടച്ചിട്ട മുറിയിൽ അവിടെ യുദ്ധം നടക്കുമ്പോൾ ഇവിടെ അവരുണ്ടായിരുന്നു. എന്താണ് സംഭവം എന്നറിയത്തില്ല. ഇപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള ചർച്ചയായിരുന്നിരിക്കാം. പക്ഷേ ഇത് ബംഗ്ലാദേശിലൊക്കെ വലിയ വാർത്തയായി. ഈ രണ്ട് പാകിസ്ഥാൻ മാത്രമല്ല, ഈ ഹഫീസ ഹക്ഷ അവരുടെ ഫേസ്ബുക്കിൽ ഇയാളുടെ ഫോട്ടോ ഇട്ടിരുന്നു. ഞങ്ങൾ വളരെ അടുപ്പക്കാരാണെന്ന് കരുതി ഇവർ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസൊക്കെ FBയിലിട്ടിരുന്നു. അതും ഇതിലൂടെ കണക്ട് ചെയ്ത് ഹോട്ടലിൽ സാമാന്യ നിലയ്ക്കും നിരക്കാത്ത രീതിയിലുള്ള ഇവരുടെ ഇടപെടലും പെരുമാറ്റവും ഒക്കെ ഉണ്ടായി. ആ മുറിക്കകത്ത് അങ്ങനെ ഉണ്ടായത് പുറത്തുള്ളവരെങ്ങനെ അറിയുമെന്ന് അറിയില്ല. ഏതായാലും സംഗതി ലീക്കായി ഇയാൾക്ക് നാട് വിടേണ്ടി വന്നു. ബംഗ്ലാദേശ് വിടേണ്ടി വന്നു. ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഇയാൾ ദുബായ് വഴി ഇസ്ലാമാബാദിലേക്ക് പോയി എന്നൊരു വെർഷനുണ്ട്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ അങ്ങനെയല്ല. ഈ ഹഫീസ ഹക്ഷ എന്ന് പറയുന്ന ബംഗ്ലാദേശി ബാങ്കിൻ്റെ വിദേശകാര്യ വകുപ്പിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇയാളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി എന്നാണ് പറയുന്നത്. പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ നല്ല ബന്ധമുള്ളപ്പോൾ പാകിസ്ഥാൻ്റെ ഹൈക്കമ്മീഷണറെ ഹണി ട്രാപ്പിൽപ്പെടുത്തി അയാളിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കേണ്ട ആവശ്യം പാകിസ്ഥാനുണ്ടോ? ബംഗ്ലാദേശിനുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ ആരുടെ ഏജന്റായിട്ടായിരിക്കും ഹഫീസ ഹക്ഷ പ്രവർത്തിച്ചത്? അപ്പോൾ അതൊരു ഓപ്പറേഷൻ ആയിരിക്കും, ഒരു ഓപ്പറേഷനാണെന്ന് തോന്നുന്നു. കൃത്യമായ ഒരു ഓപ്പറേഷൻ. പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറെ വിളിച്ചിട്ട് നിങ്ങൾ ബംഗ്ലാദേശിലെ സപ്പോർട്ട് കൊടുക്കുന്നു, ബംഗ്ലാദേശിനെ എന്തെല്ലാം കാര്യത്തിലാണ് സഹായിക്കാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ ആർക്കറിയാം? പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർക്ക് അറിയാം. പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ അറിഞ്ഞിട്ടാണ് പാകിസ്ഥാനിലെ സൈനിക നേതൃത്വം ബംഗ്ലാദേശിലെത്തിയത്. ചിക്കൻ നെക്കിൻ്റെ കാര്യത്തിൽ ആ പ്രദേശത്തേക്ക് അവിടുത്തെ മേജർമാരെ കൊണ്ടുപോയത്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർക്ക് അറിയാം. അപ്പോൾ ഈ പാകിസ്ഥാനിലെ നാഷണൽ ബാങ്കിൻ്റെ ഉന്നത പദവിയിലിരിക്കുന്ന ഒരു സ്ത്രീക്ക്, ശ്രദ്ധിക്കണം, ഉന്നത പദവിയിലിരിക്കുന്ന സ്ത്രീക്ക് ഹൈക്കമ്മീഷണറുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു ഹൈക്കമ്മീഷണറുമായിട്ടൊക്കെ ബന്ധപ്പെടണം, കാണണം, സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സാധാരണ സ്ത്രീകൾക്ക് പറ്റില്ല. അപ്പോൾ ഹൈ പ്രൊഫൈലുള്ള ആളായതുകൊണ്ടാണ് പ്രത്യേകിച്ച് വിദേശകാര്യ ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ചുമതല ഉദ്യോഗസ്ഥ പോലുമില്ല, ആണ് ഹഫീസ ഹക്ഷ. അതുകൊണ്ട് മാത്രമാണ് ഒരു വിദേശ രാജ്യത്തിന്റെ ഹൈക്കമ്മീഷണറുമായി ബന്ധം ഉണ്ടാക്കാൻ പറ്റിയത്. ബന്ധം ഉണ്ടാക്കി ഇവർ വളരെ അടുത്ത ബന്ധമായിരുന്നു. ഒരു ഹോട്ടൽ മുറിയിൽ കഴിയുന്നത് പോലെയുള്ള ബന്ധം ഉണ്ടായി. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഹഫീസ ഹക്ഷ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സയ്യിദ് അഹമ്മദ് മറൂഫിൽ നിന്ന് ഊറ്റിയെടുത്തിരിക്കുക?
അപ്പോൾ ഒരു രാജ്യത്തിന്റെ ഹൈക്കമ്മീഷണറിൽ നിന്ന് വിവരങ്ങൾ കിട്ടുമെന്ന് കൃത്യമായി അറിയാവുന്ന ഒരു ടീമായിരിക്കില്ല ഇതിന് പ്ലാൻ ചെയ്യുന്നത്. ആയിരിക്കണം. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇതൊരു അനാശാസ്യ കേസായിട്ട് നമുക്ക് വേണേൽ ചർച്ച ചെയ്യാതിരിക്കാം. പക്ഷേ അനാശാസ്യമല്ല, ഇതിന്റെ ലെവൽ വേറെയാണ്. രാജ്യാന്തര തലത്തിൽ വലിയ പ്രശ്നമാണ്. കാരണം പാകിസ്ഥാനിൽ വലിയ സംഘർഷമാണ്, യുദ്ധത്തിലാണ്, ഇന്ത്യയായിട്ടുള്ള ബന്ധം മോശം, ബംഗ്ലാദേശിനെ ഇന്ത്യക്കെതിരെ കുത്തിത്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരം ജിയോ പൊളിറ്റിക്സിൽ ഇത്രയും നിർണായകമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഹോട്ടൽ മുറിയിൽ ഒരു പുരുഷനും സ്ത്രീയും കയറിയിരുന്നു എന്ന് അല്ല ഈ കഥ. അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് രണ്ടുപേരും തമ്മിൽ ഹോട്ടൽ മുറിയിൽ കയറി എന്തെങ്കിലും ചെയ്തെങ്കിൽ നിങ്ങൾ ABC മലയാളത്തിൽ ചർച്ച ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ മാനം നമ്മൾ കാണണം. അതിനകത്ത് സെക്സ് വിടുക. പാകിസ്ഥാനിൽ ഒരു അജ്ഞാതർ ചെന്ന ആളുകളെ തീർക്കുവാണെങ്കിൽ ബംഗ്ലാദേശ് പോലെ ഒരു രാജ്യത്ത് ഇത്ര ഒരു ഓപ്പറേഷൻ നടത്തുക അത്ര പ്രയാസം ഉണ്ടാവും? ഒന്നുമില്ല. ഇയാളെ തട്ടിക്കളയാനാണെങ്കിൽ ഈസിയാണ്. ഇയാളെ തട്ടുകയായിരുന്നു, ഇയാളിൽ നിന്ന് ചിലതൊക്കെ ഊറ്റി ചോർത്തിയെടുക്കണം. ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം. ഏതായാലും പാകിസ്ഥാൻ എംബസിയിൽ നിത്യ സന്ദർശകയായിരുന്നു. ഇവർക്ക് പാകിസ്ഥാൻ എംബസിയിൽ വളരെ ഫ്രീ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാനുള്ള, കാരണം ഹൈക്കമ്മീഷണർ സ്വന്തം ആളാകുമ്പോഴത്തേക്ക് പറ്റില്ലേ. അപ്പോൾ ബംഗ്ലാദേശിനോ പാകിസ്ഥാനോ എന്തോ ഒരു പണി വരുന്നതിൻ്റെ ഭാഗമായി, അല്ലെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിരുന്നോ ഇതെന്ന് നോക്കൂ. ബംഗ്ലാദേശിന് ഒരുപാട് ശത്രുക്കളുണ്ട്. ഇന്ത്യയായിട്ട് നല്ല ബന്ധമല്ല. പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും ബംഗ്ലാദേശും പാകിസ്ഥാനും ഒരേപോലെ ഇന്ത്യയുമായിട്ട് ഇപ്പോൾ നല്ല ബന്ധത്തിലല്ലാത്ത ശത്രു രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അരക്കൻ ആർമിക്ക് താല്പര്യങ്ങളുണ്ട് ബംഗ്ലാദേശിൽ, BLAക്ക് താല്പര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഹഫീസ അക്ഷ എന്ന് പറയുന്ന ഉന്നത ബാങ്കിൻ്റെ ഉന്നത പ്രൊഫൈലിലുള്ള സ്ത്രീ ആരുടെ കയ്യിലുള്ള ടൂളായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇനിയിപ്പോൾ പറയുന്നത് അനൗദ്യോഗികമായി പ്രചരിക്കുന്ന ബംഗ്ലാദേശ് മീഡിയ പറയുന്നത് ഇയാൾ ദുബായ് വഴി ഇസ്ലാമാബാദിലേക്ക് പോയി എന്നത് വ്യാജമാണ്. ഇയാൾ പോയിരിക്കുന്നത് തായ്ലൻഡിലേക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് പോയാൽ ഇയാൾക്ക് ശിക്ഷാ നടപടികൾ കിട്ടും എന്ന് ഭയന്ന് ഇയാൾ തായ്ലൻഡിലേക്ക് പോയി എന്നൊരു പ്രചാരണവും ഇപ്പോൾ ബംഗ്ലാദേശിലുണ്ട്. അപ്പോൾ ഇതാണ് ഒരു സമീപകാലത്ത് നമ്മൾ ഈ വെടിവെപ്പും യുദ്ധവും നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ബംഗ്ലാദേശിൽ നടന്ന ഒരു കഥ. ഈ കഥയുടെ ഇതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ ഈ ഹഫീസ അക്ഷയെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്തേക്കാം. കാരണം അവർ ഹണി ട്രാപ്പിൽ പെടുത്തി എന്നുള്ള പരാതി വരികയും പാകിസ്ഥാൻ പരാതിപ്പെടുകയും ചെയ്ത ഇവരുടെ ഭാവി ആശങ്കയിലാണ്. അവരുടെ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ചിത്രങ്ങൾ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. എന്തോ ഒരു ദുരൂഹമായ ഇടപാടിൽ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ സംഭവിക്കാനിരിക്കുന്നു എന്നതിൻ്റെ നാന്ദിയായാണ് ഈ പറയുന്ന ഹണി ട്രാപ്പ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ബംഗ്ലാദേശിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഇന്ത്യയായിട്ടുള്ള ബന്ധം ഇപ്പോൾ നോക്കൂ. ബംഗ്ലാദേശിൽ ഈ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യമുണ്ടാകാൻ കാരണം മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ അവാമി ലീഗ് എന്ന പാർട്ടി വലിയ പ്രക്ഷോഭം നടത്തി ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ ബലി കഴിച്ച് ആണ് ബംഗ്ലാദേശ് രാജ്യം രൂപീകരിച്ചത്. ഇപ്പോൾ ഈ ബ്ലേഡ് കമ്പനിക്കാരനായ യൂനുസ് ഇപ്പം അവാമി ലീഗിനെ നിരോധിച്ചു. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ കുറേ പട്ടാളക്കാരെയൊക്കെ ബലി കൊടുത്ത് നമ്മളൊരു രാജ്യത്തെ സ്വതന്ത്രമാക്കിയിട്ട് ഇപ്പോൾ ഇന്ത്യക്കൊരു സന്നിഗ്ധ ഘട്ടം വരുമ്പോൾ അതേ രാജ്യം ഇന്ത്യക്ക് എതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശ് ഒരു പണി കൊടുക്കാൻ നമുക്കും ആലോചിച്ചുകൂടെ? ഉണ്ടാവാം. ഞാൻ അതിൽ ആ ഭാഗത്തേക്ക് കിടക്കരുത്. പക്ഷേ ബംഗ്ലാദേശ് ഈ യുദ്ധകാലത്ത് ഇന്ത്യക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഇറക്കിയില്ല. നേരിട്ട് പേടിയായി. ഞാനൊരു ചിത്രം കണ്ടു. പേടിച്ചരണ്ട് എന്ന് പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ പേടിച്ചരണ്ടൊരു പട്ടിക്കുട്ടി ഒരു മുറിയുടെ മൂലയ്ക്ക് കയറി ചുരുണ്ട് നിൽക്കുന്ന ചിത്രം ബംഗ്ലാദേശ് എന്ന് പറഞ്ഞു. ഇത് കണ്ടിട്ട് സംഭവം മനസ്സിലായി കാണാം. ഒരു ബ്രഹ്മോസിന് മുഴുവൻ തീർക്കാനില്ല ബംഗ്ലാദേശ്. അപ്പൊ അതുകൊണ്ട് ബംഗ്ലാദേശിന്റെ മൗനം ശ്രദ്ധേയമായിരുന്നു. ബംഗ്ലാദേശ് വല്ലാത്ത മൗനത്തിലായിരുന്നു. അവിടുത്തെ ഈ പറയുന്ന സോക്കോൾഡ് തീവ്രവാദികളും ഇന്ത്യയെ മുഴുവൻ കീഴടക്കും എന്ന് പറഞ്ഞ തീവ്രവാദികളുടെയും പിടിച്ചെടുത്ത് ഇന്ത്യ ഞങ്ങൾ കീഴടക്കും, ഞങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങളെ തൊട്ട വഖഫ് നിയമം ഇവിടെ നടപ്പാക്കിയാൽ ഞങ്ങൾ ബംഗ്ലാദേശ് മുസ്ലിങ്ങൾ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞവരുടെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. ഒരു കമൻറ്റും ഒരു പ്രസ്താവനയും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കാലത്ത് വന്നില്ല. അപ്പോൾ ഏതായാലും ഞാൻ പറയുന്നത് ഈ ബംഗ്ലാദേശിൻ്റെ ഇപ്പം അവിടുത്തെ അവാമി ലീഗിനെ നിരോധിച്ചു, ആഭ്യന്തര വകുപ്പ് നിരോധിച്ചു. ഇത് ഭീകര പ്രസ്ഥാനമാണ്. കഴിഞ്ഞ 15 വർഷക്കാലത്ത് ഇവരുടെ ഭരണം കൊണ്ട് രാജ്യം ഏറ്റവും വലിയ ഭീകരാവസ്ഥയിലേക്ക് മാറിപ്പോയി എന്ന് പറഞ്ഞാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇപ്പോഴത്തെ ഇന്ത്യ കോൺഗ്രസ് അല്ല, അതിനു മുമ്പത്തെ കോൺഗ്രസ് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് എന്ത് സംഭാവന നൽകിയോ അതുപോലെ
ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടാക്കാൻ വലിയ സംഭാവന കൊടുത്ത, ഒരുപാട് പേര് ബലികഴിച്ച, ഒരുപാട് സഹനങ്ങൾ താണ്ടിയ പാർട്ടിയാണ് അവാമി ലീഗ്. അതിനെ അവർ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ആഭ്യന്തര വകുപ്പ് നിരോധിച്ചു, ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ രജിസ്ട്രേഷനും എടുത്തു കളഞ്ഞു. അപ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് നടത്താൻ പോവുക. അവിടെ ജയിക്കാൻ സാധ്യതയുള്ള പാർട്ടിയെ നിരോധിച്ചിട്ട് അവിടെ ഇലക്ഷൻ നടത്താൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു ഒരു കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുമ്പോഴാണ് പാകിസ്ഥാൻ എന്ന് പറയാം, പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ബംഗ്ലാദേശിൽ ഇരിക്കുന്ന പാകിസ്ഥാനാണ്, അയാളെ ഈ ഹണി ട്രാപ്പിൽ കുടുക്കി എന്നുള്ള വാർത്തയും അയാളെ കാണാനില്ല എന്ന വാർത്തയും വരുന്നത്. അയാളെ പാകിസ്ഥാൻ കൊണ്ടുപോയതാണോ, അതോ ഇനി ബംഗ്ലാദേശിൻ്റെ കസ്റ്റഡിയിലാണോ, അതോ ഇയാൾ ജീവനും കൊണ്ട് തായ്ലൻഡിലേക്ക് പോയതോ എന്നത് വരും ദിവസങ്ങളിൽ ഉറപ്പാണ്. പാകിസ്ഥാൻ ലോങ് ലീവ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആൾക്ക് ഹൈക്കമ്മീഷണറുടെ ചാർജ് കൊടുത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.